മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയാണ് നടി ഭാമ ഇപ്പോൾ ഒരു സിംഗിൾ മദറായി ജീവിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയിലാണ് ഭാമ കഴിഞ്ഞ ദിവസം തന്റെ നിറവയറുമായി നിൽക്കുന്നൊരു ചിത്രം പങ്കുവച്ചത്. അധികം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും കുഞ്ഞിന്റെ ചിത്രങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭാമ എത്താറുണ്ട്. ഇപ്പോൾ സിംഗിൾ മദറായി ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഭാമയുടെ ജീവിതത്തിലെ വാർത്തകളെക്കുറിച്ച് പ്രേക്ഷകർ പ്രത്യേകം അന്വേഷിക്കാറുണ്ടെന്ന് പറയാം. ഇപ്പോൾ എങ്ങനെയാണ് ഗർഭിണിയായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചതെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയമായി. അതോടെ പ്രേക്ഷകരെല്ലാം ചോദിക്കാൻ തുടങ്ങി. ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാനും തുടങ്ങിയെന്ന് വേണം പറയാൻ. ആരാധകർക്ക് എങ്ങനെയാണ് ഈ ചിത്രം അവിടെ വന്നതെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ താഴെ പിന്നീടാണ് ക്യാപ്ഷൻ ശ്രദ്ധിച്ചത്. കുറേയധികം നാളുകൾക്ക് മുൻപ് ഞാൻ ആദ്യമായി അമ്മയായ സമയത്തുള്ള ചിത്രങ്ങളെന്ന് ഭാമ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ മദറായി ജീവിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ നോക്കി സമാധാനമായി ജീവിക്കുന്നു. ഭാമ അങ്ങനെ തന്നെ ജീവിച്ചോളൂ. ആരും ഭാമയുടെ സമാധാനം ഇല്ലാതാക്കാൻ വരുന്നില്ല. ഞങ്ങൾ ആരും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്കതൊന്നും അറിയണ്ട. ഭാമയ്ക്ക് എന്താണ് സന്തോഷം അതുപോലെ തന്നെ ജീവിച്ചോളൂ. അതാണ് ഞങ്ങളുടെയും ഇഷ്ടം. പഴയകാല നടിമാരിലൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു നടി തന്നെയാണ്. വർഷങ്ങളോളം ഭാമ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാതെ മാറി നിന്നിരുന്നുവെങ്കിലും പിന്നീട് ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോൾ പ്രേക്ഷകർ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രേക്ഷകർക്ക് ഭാമ ഒരിക്കലും അന്യയല്ല. ഭാമയുടെ കഥാപാത്രങ്ങളും ചെയ്തു തീർത്ത ഒരുപാട് നല്ല സിനിമകളുമൊക്കെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. 5 വർഷം മുൻപുള്ള വിവാഹം, ഇപ്പോൾ സിംഗിൾ മദർ, ജീവന്റെ ജീവനായുള്ള 4 വയസ്സുകാരി തന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഗർഭകാല ഓർമ്മകളിൽ ഭാമ പറയുന്നത് മകളെക്കുറിച്ചുള്ള മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയ ഭാമയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു മലയാളികൾക്ക്. എന്നിട്ട് മലയാളികൾ ഭാമയെ മറന്നില്ല. ഭാമ തിരിച്ചു വന്നപ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഭാമ വിവാഹത്തിനു മുൻപ് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. അത്യാഡംബരപൂർവ്വമാണ് ഭാമയുടെ വിവാഹം നടന്നത്. സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളുമായുള്ള വിവാഹ സൽക്കാരം കൊച്ചിയിലും നടന്നു. വിവാഹശേഷം വൈകാതെ ഇരുവർക്കും ഒരു മകൾ പിറന്നു. ഗൗരി എന്നാണ് മകൾക്ക് ഭാമയും മരണം നൽകിയ പേര്. കുഞ്ഞു പിറന്ന 1 വർഷം കഴിഞ്ഞ് 1ാം പിറന്നാൾ ദിനത്തിലാണ് മകളുടെ മുഖം റിവീൽ ചെയ്തത് പോലും. ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചു. പിന്നീട് അറിഞ്ഞത് ഭാമയുടെ ഭർത്താവ് അരുണിനോടൊപ്പമുള്ളതല്ല. അവരുടെ ചിത്രങ്ങളൊക്കെ നീക്കം ചെയ്തതോടെ ഇവർ വേർപിരിഞ്ഞുവെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. പിന്നീട് ഇതിനെക്കുറിച്ചായിരുന്നു ചോദ്യം. ഭാമയെ പലരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ പലതും ഭാമ പങ്കുവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാമയോട് പലരും ചോദിക്കാതെ തന്നെ പലതും അറിയാൻ തുടങ്ങി. അതിലൂടെ ഭാമയും ഭർത്താവും വേർപിരിഞ്ഞുവെന്ന് മനസ്സിലായി. പിന്നീട് ഭാമ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തി. ഞാനിപ്പോൾ ഒരു സിംഗിൾ മദർ ആണ് എന്ന് എല്ലാവരോടും അറിയിച്ചു. ഇതിലൊന്നും തന്നെ മറച്ചു വെക്കാനൊന്നുമില്ല എന്ന് പ്രേക്ഷകരും പറഞ്ഞു. അതോടെ ഭാമയ്ക്കും വളരെയധികം സന്തോഷമായി. പ്രേക്ഷകരും ഭാമയോടൊപ്പം ഉണ്ടെന്ന് ഭാമയ്ക്കും മനസ്സിലായി. അത് ഭാമയ്ക്കും വല്ലാത്തൊരു കോൺഫിഡൻസ് കൊടുത്തു. മകളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ഭാമ നിരന്തരം പങ്കിടാറുണ്ടായിരുന്നു. കുഞ്ഞിന്റെ സ്വകാര്യത മാനിച്ചാണ് മുഖം റിവീൽ ചെയ്തുള്ള ചിത്രങ്ങൾ ആദ്യം ഭാമ പങ്കിടാതിരുന്നത്. പിന്നീട് ഭാമ എല്ലാം പങ്കിട്ട് തുടങ്ങി. പ്രേക്ഷകരെല്ലാം നല്ല രീതിയിൽ എടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഭാമ അതേ രീതിയിൽ തന്നെ തിരിച്ചും പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.